ഈ ചേച്ചിമാരെയൊക്കെ സമ്മതിക്കണം അല്ലേ? ഈ വെയിലത്തും വെളുപ്പിനും ഒക്കെ നമ്മുടെ നാടിനോട്ട് എന്തോരം അവർക്ക് കഷ്ടപ്പെടുന്നത്. ഓട്ടോമേറ്റഡ് ആക്കണം, എന്നുവെച്ചാ യന്ത്രങ്ങളാക്കണമെന്ന്. ഇവിടെ ഓരോ സർക്കാരുകൾ ഓൾറെഡി അങ്ങനത്തെ ഐറ്റങ്ങൾ പുറത്തിറക്കി കഴിഞ്ഞു. ഓഹോ, എന്തോഹോ, കർണാടകയിൽ 613 കോടി രൂപയ്ക്കാണ് റോഡ് തൊക്കുന്ന യന്ത്രങ്ങൾ വാങ്ങാൻ അനുവാദം കൊടുത്തിരിക്കുന്നത്. 613 കോടിയോ? ഓ, 613 കോടി രൂപയ്ക്ക് 46 ട്രക്കുകൾ 7 വർഷത്തേക്ക് വാടകയ്ക്ക് എടുക്കാൻ മന്ത്രിസഭ അംഗീകാരം കൊടുത്തു. വാടകയ്ക്ക് എടുക്കാൻ ഇത്രയും തുകയാണെങ്കിൽ ഒരെണ്ണം വാങ്ങാൻ എത്രയാവും നോക്കട്ടെ. ഇങ്ങനത്തെ ഒരു ട്രക്കിന് 2.5 കോടി രൂപയായിന്ന് വെച്ചോ. അപ്പൊ 46 എണ്ണം ആയ 115 കോടി. 613 കോടി എന്തിനാപ്പോ? 7 കൊല്ലത്തേക്കല്ലേ 613 കോടി. എടാ, 115 കോടി കൊടുത്ത് ഇതിങ്ങ് വാങ്ങി കഴിഞ്ഞിട്ട് എത്ര കാലമാണ് ഉപയോഗിക്കാമല്ലോ. ഇതിപ്പോ നാട്ടുകാരെ പറ്റിച്ച് 500 കോടി മുക്കിയ സർക്കാരിന്റെ പൊക്കി പിടിച്ചോണ്ട് വന്നേക്കുന്നവൻ. അങ്ങനെ പറയരുത്. എടാ, നീ ഇപ്പൊ പറഞ്ഞില്ല ആ ചേച്ചിമാരെയൊക്കെ ജോലിയിൽ നിന്ന് മാറ്റണമെന്ന്. അവരുടെയൊക്കെ കുടുംബം ഇതുവഴിയായിരിക്കില്ലേ ജീവിക്കുന്നത്. മാത്രമല്ല അവർക്ക് ബോണസും ഇൻഷുറൻസും ഒക്കെ ഉണ്ട്. അത് പിന്നെ എടാ, നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഈ മാൻഹോൾ വരെ വൃത്തിയാക്കാനായിട്ട് യന്ത്രങ്ങളെ നിയോഗിച്ച സർക്കാരാണ് കേരളത്തിലുള്ളത്. ഇവിടെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് വരെ നടത്തുന്നത് AI മൊബൈൽ ആപ്ലിക്കേഷന് വഴിയാ. പിന്നെ നീ ഈ പറഞ്ഞ ട്രക്കൊക്കെ 5 കൊല്ലം മുമ്പേ കേരളത്തിൽ വന്നതാ. ഈ മണ്ടം കൊങ്ങിനെ കൊണ്ട് ഞാൻ തോറ്റ്.